എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുക്രിസ്തുവിനും ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് റോയ്. ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന UK-യിലാണ്. ലീവിന് വന്നതാണ്. ഞാൻ 2022 ഒക്ടോബർ 14 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പ് 2 മാസം മുമ്പ് എൻ്റെ വൈഫ് UK-ക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവൾ ശ്രമിച്ചെങ്കിലും അവിടെ ഞങ്ങൾക്കൊരു വീട് ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ മാത്രമേ വീട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി. കാരണം ഞങ്ങൾക്ക് ഇനിയും ഫാമിലിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും നമുക്ക് അതിന് അമ്മ അനുഗ്രഹിക്കും, നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ നിരന്തരമായി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലമായി ഒരു ദിവസം ഇവർക്ക് ഒരു വീട് കാണാൻ ഉള്ള ചാൻസ് കിട്ടി. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ക്ലാസ്സിൽ വന്ന ഉണ്ടായിരുന്നു. ആ ഉപ്പും കൊണ്ടുപോയി ആ വീട് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഉപ്പ് ആ വീട്ടിലിടുകയും ചെയ്തു. ഒരിക്കലും കിട്ടുമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വീട് ഞങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ 3 വർഷക്കാലം ഞങ്ങളവിടെ താമസിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ 3 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫ് OSCEയും CBTക്കും എക്സാം പ്രിപ്പയർ ചെയ്യുകയും അതിന് എക്സാമിന് പാസ്സാവുകയും ചെയ്തു. അവൾ പോയപ്പോൾ കാശ് രൂപവും കൊന്തമാലയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒന്നും ഇതിൽ കയറ്റാനോ ഒന്നും പറ്റില്ലായിരുന്നു. അവളുടെ മാലയിൽ കാശ് രൂപം ഇട്ടുകൊണ്ട് പോയി. അവൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജയിക്കില്ല, ഭയങ്കര ടഫായിരുന്നു, ഇനിയും എഴുതേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ OSCEയും CBTയും പാസ്സാകുകയും അമ്മയോട് 1000 നന്ദി ഞങ്ങൾ അപ്പം തന്നെ അർപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ ജോലി വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നഷ്ടപ്പെടുകയും അതോടുകൂടി ഞങ്ങൾ ആകെ നിരാശരാകുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ പല സുഹൃത്തുക്കളും പറഞ്ഞു, പുതിയ സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ 50 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ UK-യിൽ താമസിക്കാൻ പറ്റുള്ളൂ, ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഞങ്ങൾ ആകെ നിരാശപ്പെടുകയും ആകെ തകർന്നു പോവുകയും ചെയ്തു. ഈ സമയത്ത് വൈഫ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കരുതേ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കാക്കണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു മാസക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് 20 ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് UK-യിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ, എൻ്റെ വൈഫ് എന്നും ഫുൾ ടൈം കരഞ്ഞ് പ്രദക്ഷിണ പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രസംഗവും ചൊവ്വാഴ്ച ധ്യാനം കൂടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ വൈകിട്ടത്തെ രാവിലത്തെ 5:30 പ്രാർത്ഥനയും രാവിലെയും വൈകുന്നേരം എല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥന മാത്രം ഒഴുകി കരഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈഫ് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു തെളിവ് അമ്മക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫിന് എന്തോ നല്ലൊരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അവൾ പറഞ്ഞു, എനിക്കെന്തോ നല്ലൊരു സുഗന്ധം, നല്ലൊരു മണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, അമ്മ നമ്മുടെ കൂടെയുണ്ട് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും കണ്ണീരോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും അടയാളം താ അമ്മേ, എന്തെങ്കിലും അടയാളം, അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു അടയാളം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് അവിടെ ഭയങ്കര തണുപ്പായിക്കൊണ്ട് കോട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അവൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് വെറുതെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്തോ സാധനം പോക്കറ്റിൽ തടയുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ പോക്കറ്റിൽ കൈയിട്ട് തടഞ്ഞപ്പോൾ ആ സാധനം എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ കാശ് രൂപം. അവൾ നോക്കിയത് എവിടെ നിന്നൊക്കെ വന്നു ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ഈ കാശ് ഒരു ഫോട്ടോ അയച്ചു തന്നു, ഈ കാശ് രൂപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഈ കാശ് രൂപം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ചെറിയ കാശ് രൂപമായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ കോട്ടിൽ നിന്ന് കിട്ടിയതാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കോട്ടിൽ നിന്ന് കിട്ടിയതാണ്, ആ കാശ് രൂപമാണ് ഈ കാണുന്നത്.
അന്ന് മുതൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ അമ്മയിൽ വിശ്വാസമായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അത് പിന്നെ ഞങ്ങൾക്ക് ദുഃഖമോ പ്രയാസമോ ഞങ്ങൾ മനസ്സിലില്ല. ഞങ്ങൾ ഫുൾ ടൈം ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടെയാണ് പിന്നെ ഞങ്ങൾ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടിയത്. കാരണം അമ്മ കൂടെയുണ്ട്. പിന്നെ എന്തിനാ കരയുന്ന, എന്തിനാ ബുദ്ധിമുട്ട്, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അമ്മ കൂടെയുണ്ട്. അതിൻ്റെ പിറ്റേ മാസം ഡിസംബർ 16 ഇവർക്ക് നല്ലൊരു കെയർ ഹോമിൽ ജോലി കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ അമ്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോയി ഞങ്ങൾക്ക് അവിടെയും അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു വീട് ലഭിക്കുകയും ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ആശ്രയത്തിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ അനുഭവസാക്ഷ്യം ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരോടും പറയും, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട, അമ്മ നിങ്ങളുടെ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്നും അച്ഛൻ്റെ പ്രസംഗം ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതുപോലെ എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ ഉപവാസം ഞങ്ങൾ ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്ന, ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഉപവാസം എടുക്കുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലെ പലർക്കും ചികിത്സാ സഹായങ്ങളും അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ എൻ്റെ കൂട്ടുകാരൻ്റെ മകൾ ക്യാൻസർ ആയിരുന്നു, അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഫാദറോ മദറോ വിളിച്ച് പറഞ്ഞ് ഇന്നാൾക്ക് സുഖമില്ല, അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം അയച്ചു കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് UK ചെന്നാലും ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ച് അമ്മയുടെ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചു മുൻപോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ ഈ പരിശുദ്ധ മതബായുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ UK ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ കൊന്ത പിടിച്ച് പോയി. ഞാൻ ഡ്രൈവിംഗ് സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആ വണ്ടിയിൽ ഉപ്പെടുത്തുകൊണ്ട് ഉപ്പിടുകയും ചെയ്തു. എനിക്ക് നിഷ്പ്രയാസം ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ ഏക ആശ്രയം അമ്മയിൽ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും എണ്ണയും തേനുമൊക്കെയാണ്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ആർക്കുണ്ടായാൽ അപ്പം തന്നെ ഞങ്ങൾ എണ്ണയും ഉപ്പും ഉപയോഗിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആ സൗഖ്യം കിട്ടാറുണ്ട്. എൻ്റെ ഈ വലത് കൈയുടെ വിരലിന് ഭയങ്കര വേദനയായിരുന്നു, ഭാരങ്ങളൊന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരാഴ്ച ആ എണ്ണ ഡെയിലി പരത്തി പിന്നെ എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെ സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയോടും 1000 നന്ദികൾ പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസനത്തിലെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച റോയി തൻ്റെ കുടുംബവും ഒരു വളരെ ശക്തമായ, വളരെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവർക്ക് പ്രാപിച്ചു കിട്ടിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഇന്നിവരോട് കയറി വന്നിരിക്കുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരമ്മ ഉടൻ പരിഹാരവും ഉടൻ സാമീപ്യവും നൽകി അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. ഇവർക്ക് UK-യിൽ വീട് കിട്ടുമോ ഇല്ലയോ എന്ന് വളരെ ആശങ്കയോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഇവർക്ക് വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഇവർക്കൊരു വീട് നൽകി അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കറിയാം പ്രവാസികളായി ജീവിക്കുന്നവർക്കൊരു വീട് ലഭിക്കണമെന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധ അമ്മ ഈജിപ്തിലൊരു പ്രവാസിയായിരുന്നപ്പോൾ മാലാഖയുടെ സന്ദേശമനുസരിച്ച് അവർ ഓടിപ്പോയ അവസ്ഥയിൽ പരിശുദ്ധ അമ്മയ്ക്കറിയാം എന്തുമാത്രം പ്രവാസികളായ മക്കൾ വീടില്ലാതെ വലയുന്നു എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മയോട് അപേക്ഷിച്ചാൽ ഒരിക്കലും ആ അമ്മ ആ അപേക്ഷ നിരസിക്കുകയില്ല. അതുപോലെ തന്നെ ഈ വൈഫിനെ ഓസ്കി എക്സാം പാസ്സാകേണ്ട സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ആ എക്സാം പാസ്സാകുവാനും പരിശുദ്ധ അമ്മയെ ഈശോയെ മഹത്വപ്പെടുത്തുവാനും അവർക്ക് സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ സങ്കടകരമായൊരു വലിയ കാര്യമായിരുന്നു വളരെ പെട്ടെന്ന് വൈഫിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ.
ഇവർ വളരെ സങ്കടത്തോടുകൂടി പരിശുദ്ധ അമ്മയെ, അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് അമ്മയെ ഞങ്ങൾക്കൊരു ഉത്തരം തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എപ്പോഴും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന് സാമീപ്യം തരണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ 50 ദിവസം മാത്രം നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവകാശമുള്ള സ്ഥിതിയിൽ സുഗന്ധാഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് അഭിഷേകം നൽകി അനുഗ്രഹിച്ചതോടൊപ്പം അവർക്ക് വീണ്ടും വീണ്ടും ജോലി ലഭിക്കുന്നില്ലല്ലോ. ആ നാട് വിട്ട് ഇവിടെ ഇവരുടെ ഭാവി അവതാളത്തിലാകുമെന്നുള്ളൊരു സങ്കടത്തിൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഉറപ്പു നൽകിയ ഒരു വലിയ സാക്ഷ്യമാണ്. ഇവർ ഉടമ്പടി എടുത്തത് 2 പേരും കൂടിയാണെങ്കിൽ ഇവർക്ക് ഒരു കാശുരൂപമാണ് ലഭിച്ചിരുന്നത്. വൈഫിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ഉടമ്പടി കാശുരൂപം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് വേറൊരു ഓപ്ഷനുള്ളൂ. എപ്പോഴും നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന അമ്മ ഈ മകളുടെ പോക്കറ്റിൽ വന്ന് അവൾക്ക് സാമീപ്യം ഉറപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ആ നാട്ടിൽ അവർക്ക് വീണ്ടും ജീവിക്കുവാനും അവർക്കൊരു നല്ല വീടും സൗകര്യവും നൽകി പരിശുദ്ധ അമ്മ അവരെ സഹായിച്ച് പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കുകയും അവരുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ ഉടൻ പരിഹാരം നൽകി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരോട് കൂടെ ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ ക്ലോക്ക് കാണിച്ച്, സമയം കാണിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ലോകം മുഴുവനിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അടയാളമാണ് നമുക്ക് വേണ്ടി അച്ഛനോട് പരിശുദ്ധ അമ്മ അന്ന് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും ഇന്ന് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുവാനും എടുത്തു മാറ്റുവാനും അമ്മ ഒരുങ്ങിയിരിക്കുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആസ്തി എത്രയുണ്ടെന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ കാരുണ്യ പ്രവൃത്തികളുടെ ഡിപ്പോസിറ്റ് എന്തുമാത്രമുണ്ടെന്ന് നാം ചികഞ്ഞു നോക്കേണ്ടതാണ്. ഈ റോയി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഒരുപാട് ഈശോയെ പകർന്നു കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുവാൻ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടുന്നവരിലെല്ലാം ഈശോയെക്കുറിച്ച് പറയുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇവിടേക്ക് നിങ്ങൾ ഓടി വരുവാനും, ആരെല്ലാം ഈ നാട്ടിലേക്ക് വരുന്നുവോ പരിശുദ്ധ അമ്മയെ കാണാതെ ഇവിടെ നിന്ന് പോകരുതെന്ന് എല്ലാവരോടും വളരെ വിനയത്തോടുകൂടെയും വളരെ സന്തോഷത്തോടുകൂടെയും ഇദ്ദേഹം ഇന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലും എല്ലാം ഈശോയെ നിറച്ചു കൊടുക്കാം. അവരുടെ എല്ലാം ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റില്ലാത്ത, നമ്മുടെ രുചിയില്ലാത്ത ആ ജീവിതങ്ങളെ നിറച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈശോയോട് പറയാം, അഭിരുചിയുള്ളൊരു ജീവിതം നമുക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രവാസികളായ എല്ലാ മക്കളെയും, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.